സഹോദരങ്ങളെ, 30 നോമ്പ് പൂർത്തിയാക്കി സന്തോഷത്തിന് വേണ്ടി നമ്മൾ വിളിക്കുന്നത് എന്താണ്? പിറ കാണുമ്പോ നമ്മൾ സന്തോഷത്തിന് വേണ്ടി 30 ദിവസക്കാലം 30 ദിനരാത്രങ്ങള് ഞങ്ങൾക്ക് പകല് നേരം ഭക്ഷണം വേണ്ടെന്ന് വെച്ചവരാണ്, ഞങ്ങൾക്ക് വെള്ളം വേണ്ടെന്ന് വെച്ചവരാണ്. വെയിലത്ത് ഞങ്ങൾ വാടിക്കൊടയുമ്പോഴും വീട്ടിനകത്ത് സുന്ദരമായ ഏറ്റവും നല്ല നിലയിലെ ഭക്ഷണം നമ്മുടെ തീന്മേശയിൽ ഇരിക്കുമ്പോ, നല്ല തണുത്ത വെള്ളം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ, സഹോദരാ വേണ്ട, എനിക്ക് വേണ്ട, എന്റെ പടച്ചതമ്പുരാൻ എനിക്ക് നിഷേധിച്ചിരിക്കുകയാണ് പകല് നേരം വെള്ളം കുടിക്കല്. എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കരുതെന്ന്. അതുകൊണ്ട് ഞാനിതാ ഒഴിവാക്കുകയാ. ആരുമില്ലാത്ത സമയത്ത് തന്റെ പ്രാണപ്രേയസി തന്റെ വീട്ടിൽ നിൽക്കുമ്പോ, ഇല്ല പകൽ എനിക്ക് നിഷിദ്ധമാണ് ഇവള് എന്ന് പറഞ്ഞിട്ട് വികാര വിചാരങ്ങളെ ത്യജിച്ച മുസ്ലിമേ, ഇതാ ശവ്വാലിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമായെന്ന അറിയിപ്പ് നിനക്ക് വരുമ്പോ എന്താ നീ വിളിച്ചു പറയുന്നത്? അത് ഖുർആൻ തന്നെ പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞതെന്താണ്? വലിതുക്മിലുൽ ഇദ്ദാ, 30 ദിവസം എന്ന എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പടച്ചതമ്പുരാൻ. ഒരിക്കൽ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരവസരത്തിൽ പിടിച്ചു തീർക്കണമെന്ന് പറഞ്ഞത് എന്തിനെന്നറിയോ? 30 ദിവസം നിങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്, എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടിയാ. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്റെ പരിസമാപ്തിയിൽ എന്ത് വേണമെന്ന്? ഈ പരിശുദ്ധമായ റമളാനിന്റെ 30 ദിവസം കൊണ്ട് നിങ്ങളെ ഹിദായത്തിലാക്കിയ അല്ലാഹ്, നിങ്ങളെ സംസ്കരിച്ച അല്ലാഹ്, നിങ്ങളെ അടിമുടി മാറ്റിയെടുത്ത അല്ലാഹ്, നടു റോഡിൽ തെറിവിളിക്കുന്നവനെയും ആക്ഷേപിക്കുന്നവന്റെയും അധിക്ഷേപിക്കുന്നവന്റെയും വിമർശിക്കുന്നവന്റെയും കുറ്റപ്പെടുത്തുന്നവന്റെയും ഒറ്റപ്പെടുത്തുന്നവന്റെയും മുമ്പിൽ ഒരു വാക്ക് പോലും മറുപടി പറയാതെ അനസായിം, എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞ് എല്ലാ സ്വബറിന്റെയും ക്ഷമയുടെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും അർപ്പണബോധത്തിന്റെയും സമർപ്പണത്തിന്റെയും പാഠം പഠിപ്പിച്ച് പട്ടിണി പേക്കോലങ്ങളുടെ അവരുടെ ചിന്തയും അവരുടെ ജീവിത രീതിയും നിങ്ങളെ പഠിപ്പിച്ച അല്ലാഹ്, അതുവഴി നിങ്ങൾക്ക് ഹിദായത്ത് എന്ന പരിശുദ്ധമായ തൗഫീഖ് നിങ്ങളുടെ കൈവെള്ളയിലല്ല തന്നപ്പോ അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പരിസമാപ്തിയില് 30 ദിവസം പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? നിങ്ങൾ പറയേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധമായ തക്ബീർ ചൊല്ലി നിങ്ങൾ സന്തോഷിച്ചോ? റമളാനിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ നോമ്പ് പിടിച്ചിട്ട് എണ്ണം പൂർത്തിയാകുമ്പോ നിങ്ങൾ തക്ബീർ ചൊല്ലിയിട്ട് പരിസമാപ്തിയിലെത്തിക്കോ. വലഅല്ലകും തശ്കുറൂൻ, അല്ലാഹുവോട് നന്ദിയുള്ളവൻ അങ്ങനെയാണ്. അല്ലാതെ 30 ദിവസം നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ഈ ശവ്വാലിന്റെ അന്ന് നിങ്ങൾ കള്ള് കുടിക്കാൻ പോകലല്ല. 30 ദിവസം നിങ്ങൾ പൂട്ടിവെച്ചിരുന്ന നിങ്ങളുടെ വികാരത്തിന്റെ കെട്ടഴിച്ചിട്ട് നിങ്ങൾ മോശമായ പാത തെരഞ്ഞെടുക്കലല്ല. ശൈത്താനെ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുന്ന 30 ദിനരാത്രങ്ങളില് ശൈത്താന്റെ ചങ്ങലയെ കെട്ടുപൊട്ടിച്ചെറിഞ്ഞിട്ട് തിയേറ്ററിലേക്ക് ഓടലല്ല, കള്ള് ഷാപ്പിലേക്ക് ഓടലല്ല, വ്യഭിചാരശാലയിലേക്ക് ഓടലല്ല. ഈ 30 ദിവസക്കാലം ഞാൻ അനുഷ്ഠിച്ച, ഞാൻ ആവാഹിച്ചെടുത്ത, സ്വാംശീകരിച്ചെടുത്ത തഖ്വയുണ്ടല്ലോ, അത് ഒരൊറ്റ പകല് കൊണ്ട് പെരുന്നാളിന് നഷ്ടപ്പെടുത്തരുത്. അന്ന് നീ പറയേണ്ടത് മോനെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അവൻ വലിയവനാണ്. ഇന്നലെ ഈ സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കൽ ഹറാമാക്കിയ അല്ലാഹ് ഇന്ന് ഈ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കൽ ഹറാമാക്കി. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഈ സമയത്ത് പകൽ നേരത്ത് ഭക്ഷണം കഴിക്കുന്നത് ഹറാമാക്കിയ എന്റെ അല്ലാഹ് ഇന്ന് ഈ പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനെ ഹറാമാക്കി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹ് എത്ര അത്യുന്നതനാണ്, അല്ലാഹു എത്ര വലിയവനാണ്. നോക്ക്, പെരുന്നാളിന്റെ അന്ന് നോമ്പ് പിടിക്കൽ ഹറാം, പച്ച ഹറാം, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. 30 ദിവസം കൂടെ നോമ്പ് പിടിച്ചിട്ട് ഇനി ഒരു ദിവസം കൂടെ അങ്ങോട്ട് നോമ്പ് പിടിച്ചാൽ എന്തായി പോകും എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അന്ന് ഹറാമാണ്, അന്ന് പിടിക്കരുത്, അന്ന് നിഷിദ്ധമാണ്, അന്ന് നിനക്ക് ശിക്ഷ കിട്ടും, നീ കഴിക്കണം. അന്ന് എത്രത്തോളം?
പള്ളിയിൽ പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം, എന്തെങ്കിലും നിങ്ങൾ കഴിച്ചിട്ട് പോകണം. പെരുന്നാളിൻ്റെ അന്ന്, ചെറിയ പെരുന്നാളിൻ്റെ അന്ന് അത് സുന്നത്താണ്. എന്തെങ്കിലും നിങ്ങളൊന്ന് കഴിച്ചിട്ട് പോകണം. ഇമാമൊക്കെ പെരുന്നാളിന്റെ തലേ ദിവസം പ്രത്യേകിച്ച് ഇശാക്ക് വിളിച്ചിട്ട് പറയും, സഹോദരങ്ങളെ, നാളെ രാവിലെ പെരുന്നാൾ നിസ്കാരമാണ്, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരണേ എന്ന് പറയും. അപ്പൊ ഇമാമ വിചാരിക്കുന്നത് എന്താ, പാവം അദ്ദേഹം പറഞ്ഞു കൊടുത്താലേ അവര് കഴിക്കൂ, അല്ലാതെ ഒന്നും കഴിക്കാതെയാണ് പാവങ്ങൾ വരുന്നതെന്നാ ചിന്തിക്കുന്നത്. ബലി പെരുന്നാളിലോ ഒന്നും കഴിക്കാതെ വരലാണ് സുന്നത്ത്. കാരണം എന്താ, ഒരു ദിവസം തലേ ദിവസം അറഫ നോമ്പ് മാത്രമേ പിടിച്ചോളൂ, ബാക്കിയൊക്കെ തിന്ന് കിടക്കല്ലായിരുന്നോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തിന്നാതങ്ങ് പോന്നേ, സന്തോഷത്തിന്റെ ഇബാദത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയി കഴിക്കാം. അതിന് വേറെ ഹിക്മത്തുണ്ട്, യുക്തിയുണ്ട്. ഞാൻ പറഞ്ഞത്, പരിശുദ്ധ റമളാൻ മാസത്തിന്റെ പരിസമാപ്തിയിൽ നമ്മൾ സന്തോഷം പങ്കിടേണ്ടത് എങ്ങനെയാണ്? ഈ റമളാൻ മുതൽ അങ്ങനെ ആകണം, ഈ റമളാൻ മുതൽ അങ്ങനെ ആകണം. തക്ബീർ ചൊല്ലി പിറ കണ്ടു എന്ന് ബോധ്യം വന്നാൽ, അല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയായി, റമളാൻ 30 പൂർത്തിയായി, ശവ്വാൽ മാസത്തിന്റെ ആ രാവ് പ്രവേശിക്കുന്നത് മുതൽ തക്ബീർ ചൊല്ലണം. എന്തിനാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതാണ് അന്നത്തെ ഏറ്റവും വലിയ ഇബാദത്ത്. എപ്പോഴും തക്ബീർ. അല്ലാഹു പറഞ്ഞു, വലി തുകബ്ബിറുല്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ തക്ബീർ ചൊല്ലി. ഇത് ചെറിയ പെരുന്നാളിന്റെ കാര്യം. അങ്ങനെ 2 മാസം കൂടി കഴിഞ്ഞു. 2 മാസം കൂടി കഴിഞ്ഞു. സഹോദരങ്ങളെ, കടന്നു വരുന്ന ഏത് ദിവസമാണ്? യൗമുൽ അദ്ഹാ. ശവ്വാൽ കഴിഞ്ഞ് ദുൽഖഅദ കഴിഞ്ഞ് ദുൽഹിജ്ജയത്തി. മനുഷ്യനാഗരികതയുടെ പ്രഭിരാമകന സയ്യിദുനാ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രാണപ്രേയസിയായ ഹാജറ ബീവിയുടെ പ്രിയപ്പെട്ട പൊന്നുമോനായ നബിയുല്ലാഹി ഇസ്മായിൽ എന്ന പൊന്നുമോന്റെ ആ 3 കുടുംബത്തിന്റെ ആ 3 പേരടങ്ങുന്ന അണുകുടുംബമുണ്ടല്ലോ, ഒരു വാപ്പ, ഒരു ഉമ്മ, ഒരു മോനടങ്ങുന്ന ചെറിയ കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിന്റെ സ്മരണയില്ലാതെ എന്ത് ജീവിതമാണ് മുസ്ലിമേ നമുക്കുള്ളത്? ആലോചിക്കണേ. ഇബ്രാഹിമുകളാകുമോ നമ്മൾ? ഇബ്രാഹിമുകളാകുമോ? നമ്മുടെ ഭാര്യമാരെ ഹാജറമാരാക്കുമോ? നമ്മുടെ പൊന്നുമക്കൾ ഇസ്മായിലുകളാകും, സംശയമില്ല. നമ്മൾ ഇബ്രാഹിമുകളല്ല. ഇപ്പൊ നമ്മളൊക്കെ നമ്രൂദുകളാ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യമാര് ഹാജറമാരാകുന്നില്ല, നമ്മുടെ പൊന്നുമക്കൾ ഇസ്മായിലുകളാകുന്നില്ല. നമ്മൾ ഇബ്രാഹിം ആയാലേ നമ്മുടെ ഭാര്യ ഹാജറയാകൂ, നമ്മുടെ ഭാര്യ ഹാജറയായാലേ പൊന്നുമക്കൾ ഇസ്മായിലാകൂ. ഒരു കുടുംബമാണ്, ഒരു വാപ്പ, ഒരു ഉമ്മ, ഒരു കുഞ്ഞ്, ഒരു അണുകുടുംബം, ഒരു ചെറുകുടുംബം, ഒരു ചെറിയ കുടുംബം, ഒരു ചെറിയ ഫാമിലി. ആ ഫാമിലിയെ ഓർക്കാത്ത കൊല്ലങ്ങളുണ്ടോ? ഹാജറ ബീവി തന്റെ പൊന്നുമോന് വേണ്ടി, പാവപ്പെട്ട പൊന്നുമോന് വേണ്ടി വെള്ളമെടുക്കാൻ പോയ പ്രദേശത്ത് ആ വിഷമം കൊണ്ട്, പേടി കൊണ്ട്, ഭയം കൊണ്ട് ഓടിപ്പോയ സ്ഥലം പോലെ ലോകാവസാനം വരെ വരുന്ന വിശ്വാസിനികൾക്ക് ഇബാദത്താക്കിയില്ലേ സഹോദരങ്ങളെ? സഫാ മർവയുടെ ഇടയിലെ ഓട്ടം പോലും ഇബാദത്തായി. അവര് എന്തെല്ലാം ചെയ്തോ അതെല്ലാം നമുക്ക് ഇബാദത്തായി മാറി. അങ്ങനെ അദ്ഹാ ദിവസം എത്തുമ്പോ സഹോദരങ്ങളെ, നമ്മൾ മാടുകളെ അറുക്കുകയാ. ഇനി അവനറുക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അറുക്കാതിരിക്കോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്താണ്? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. നിങ്ങൾ നമസ്കരിക്കണേ, ബലിയറുക്കണേ. ഇത് ഖുർആനാണടാ. ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. 3 ആയത്തുകളെ അതിനുള്ളൂ, ഒരൊറ്റ വരിയെ ആ സൂറത്തിനുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയതാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. നിങ്ങൾക്ക് ധാരാളം നിഅമത്തുകൾ തന്നല്ലോ, സമ്പാദ്യങ്ങൾ തന്നല്ലോ, സൗകര്യങ്ങൾ തന്നല്ലോ, സംവിധാനങ്ങൾ തന്നല്ലോ. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക്, അല്ലാഹുവിന് വേണ്ടി പെരുന്നാൾ നമസ്കരിക്ക്. വൻഹർ, എന്നിട്ട് നിങ്ങൾ ബലിയറുത്തു കൊടുക്ക്. സഹോദരങ്ങളെ, നിങ്ങൾ ആര് തെറി വിളിച്ചാൽ, നിങ്ങളെ ആര് ആക്ഷേപിച്ചാൽ, ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, ഈ പറയുന്നവരൊക്കെയാ വിവരദോഷികൾ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. അങ്ങനെ ബലിയെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനമെടുത്തു. സന്തോഷത്തോടെ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ബലിയെറുക്കുകയാണ്. നമ്മൾ സ്നേഹിച്ച നമ്മളെ മാടുണ്ടല്ലോ, വാങ്ങി വീട്ടിൽ നിർത്തിയിട്ട് നമ്മളാ തീറ്റ കൊടുത്തത്, നമ്മളാ കുളിപ്പിച്ചത്, നമ്മളാണ് അതിന് വെള്ളം കൊടുത്തത്. രാത്രി നമ്മളെ കണ്ടില്ലെങ്കിൽ അത് കരച്ചിലാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അതിന് സന്തോഷമാണ്.
അങ്ങനെ നമ്മളും അതുമായി നല്ല ഒരു അഭേദ്യമായ ബന്ധം വന്നു. അങ്ങനെ ദിവസങ്ങളോളം ആഴ്ചകളോളം വീട്ടിൽ വാങ്ങി നിർത്തിയിരുന്ന ഒരു ആട് അല്ലെങ്കിൽ ഒരു മാട്, അതിനുമാകട്ടെ നമ്മൾ ആ മാനസികമായ ഒരു അടുപ്പമുണ്ടായി. അതിന് വെള്ളം കൊടുക്കുമ്പോ, അതിനെ ഒന്ന് കുളിപ്പിക്കുമ്പോ, അതിനെ ഒന്ന് തലോടുമ്പോ, അതിന് നമ്മളൊന്ന് പുകയിട്ട് കൊടുക്കുമ്പോ സഹോദരങ്ങളെ അത് നമ്മോട് വല്ലാതെ അടുക്കുകയാ. അങ്ങനെ അടുത്തടുത്തടുത്ത് ദുൽഹിജ്ജ മാസത്തിന്റെ 10-ാം ദിവസത്തിലെ പെരുന്നാളിന്റെ അന്ന് സഹോദരങ്ങളെ പുതുവസ്ത്രം അണിഞ്ഞിട്ട് നല്ല അപ്പരം പൂശിയിട്ട് പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നമസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് നേരെ വരികയാ. ഊരി പിടിച്ച കത്തിയുമായിട്ട് വന്ന് ഇന്നലെ വരത്താ പ്രണയിച്ച തന്റെ മൃഗമുണ്ടല്ലോ, തന്റെ ആടുണ്ടല്ലോ, തന്റെ മാടുണ്ടല്ലോ, ഇതാ ചരിച്ചു കിടത്തുകയാണ്. എന്നിട്ട് പറയുന്നത് എന്തേ? എന്റെ സ്നേഹം മൃഗത്തോടല്ല, എന്റെ സ്നേഹം ഈ മൃഗത്തോടല്ല, എന്റെ മക്കളോടല്ല, എന്റെ സംവിധാനങ്ങളോടല്ല, എനിക്ക് വലുത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹ്. സഹോദരങ്ങളെ അതും ഖുർആനാ പറഞ്ഞത്. എന്താണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലാണ് പറഞ്ഞത്. എന്തേ അല്ലാഹു ബലി പെരുന്നാളിനെ പറ്റി പറഞ്ഞത്? ബഖറയിലെ ചെറിയ പെരുന്നാളിന്റെ തക്ബീറിനെ പറ്റി പറഞ്ഞെങ്കിൽ ഇതാ വലിയ പെരുന്നാളിന്റെ തക്ബീറിനെ പറ്റി അല്ലാഹു ഹജ്ജ് എന്ന അധ്യായത്തിൽ പറയുകയാണ്. എന്താണ് പടച്ചവന് പറഞ്ഞതെന്നറിയോ? അറബികൾക്കൊരു ശൈലി ഉണ്ടായിരുന്നു. അവർ ഒട്ടകത്തിനെ അറുത്തിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? അതിന്റെ രക്തം കഅബാലയത്തിൽ തേച്ച് പിടിപ്പിക്കുമായിരുന്നു, അതിന്റെ മാംസ കഅബാലയത്തിൽ തൂക്കിയിടുമായിരുന്നു. എന്നാലേ പടച്ചവനെ സ്വീകരിച്ചോളൂ എന്നൊരു അബദ്ധ വിശ്വാസം അവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഇല്ല മക്കളെ, നമ്മളോടും പറയുന്നു, ഇത് അറുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അറുത്ത് ഏതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഇറച്ചി കൊടുത്താൽ ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, അതിന്റെ രക്തവും അതിന്റെ മാംസവും പടച്ചവന്റെ അടുത്ത് എത്തുന്നില്ല. മാംസം ആളുകളെ തിന്നു വിസർജിച്ചു പോകുന്നു, അതിന്റെ രക്തം യഥാ നിലത്ത് വീണിട്ട് അത് ഒട്ടിപ്പോകുന്നു, ഭൂമി വിഴുങ്ങുന്നു. പിന്നെ പടച്ചവന്റെ അടുക്കൽ എത്തുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിലെ സൂക്ഷ്മതയാണ് പടച്ചവൻ നോക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, കദാലിക സഖറഹാ ലകും ലിതുകബ്ബിറുല്ലാഹ്. എന്തിനാ മാടിനെ നിങ്ങൾ അറുക്കാൻ പിടിച്ചപ്പോ അത് കിടന്നതെന്നറിയോ? ആടിനെ അറുക്കാൻ പിടിച്ചപ്പോ എന്തിനാണ് അത് കിടന്നതെന്നറിയോ? അല്ലാഹു പറയുന്നു, കദാലിക സഖറഹാ ലകും, അതിനെ നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നത് എന്തിനെന്നറിയോ? ലിതുകബ്ബിറുല്ലാഹ്. ഉറക്ക വിളിക്കു മക്കളെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ ലോകത്തിന്റെ മുമ്പിൽ ഉറക്ക വിളിച്ചു പറയാനാണ്. ഞാനിവിടെ അറുത്തത് എന്റെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മാടാണ്, പക്ഷേ എന്റെ ഹയവാനിയത്തിനെയാണ് അറുത്ത് കൊടുക്കുന്നത്, എന്റെ നഫ്സാനിയത്തിനെയാണ് അറുത്ത് കൊടുക്കുന്നത്, എന്റെ ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങളെയാണ്, ഇച്ഛകളെയാണ് അറുത്ത് കൊടുക്കുന്നതെന്ന് ഒരു മനുഷ്യനാ തക്ബീറിലൂടെ വെളിവാക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ.